ഇപ്പോൾ ശ്രീ എം സ്വരാജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം സ്വരാജ്, പല നിർണായക ഘട്ടങ്ങളിൽ, പല പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വി എസ് പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. തിരികെ പാർട്ടിക്കെതിരെ വി എസ് നിലയുറപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം താങ്കൾ അതിന് സാക്ഷിയായിരുന്ന ആളുകൂടിയാണ്. ശ്രീ എം സ്വരാജ്, എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ? അല്ല, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ തീർത്തും അനുചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഇന്ന് ഏറ്റവും തലമുതിർന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് വി എസിന്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. വി എസിനെ സംബന്ധിച്ച് ഇപ്പോ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്ന ആരും അദ്ദേഹത്തിന്റെ സമരസാന്ദ്രമായ ജീവിതമായിരിക്കും അവരുടെ ഓർമ്മകളിൽ എത്തുക. ഏതൊരാളുടെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായും പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായും സ്വാതന്ത്ര്യാനന്തര വെണ്ണിയാലൊടുങ്ങാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തിന്റെ മുന്നണി പോരാളിയായും ഒക്കെ ഏറെ സമരതീക്ഷ്ണമായ ഒരു വിപ്ലവ ജീവിതം ആയിരുന്നു സഖാവ് വി എസിൻ്റെത്. 1964 CPIM എന്ന നിലയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്തവരിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന ഏക നേതാവായിരുന്നു വി എസ്. വി എസോടെ ആ തലമുറ പൂർണ്ണമായും വിടവാങ്ങുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദീർഘകാലം സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ ധീരമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോയ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം എന്ന് കാണാൻ കഴിയും. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും CPIM സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും എല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇവിടെ വാങ്ങുന്ന സന്ദർഭത്തിൽ ത്യാഗനിർഭരവും ധീരതാപൂർണവുമായ ധന്യമായ ഒരു സമര ജീവിതമാണ് ഓർമ്മയായി മാറുന്നത്. ആ ഓർമ്മകൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എക്കാലവും വഴികാട്ടും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാനാവുക. വി എസിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി എം സ്വരാജ്. ശ്രീ എം സ്വരാജിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വി എസ് അച്യുതാനന്ദൻ്റെ വിയോഗം തുടർന്നുള്ള അനുസ്മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ശ്രീ എം സ്വരാജാണ്.